പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നേരെ കൊല്ലത്തേക്കാണ്. അതിന് മുമ്പ് നമുക്കൊരു കമന്റ് വായിച്ചതിലേക്ക് പോകാൻ തോന്നുന്നു. പ്രേക്ഷകർ പലരും ഇങ്ങനെ ക്രിസ്മസ് ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട്. അതിനിടയിൽ അല്ലേ ജെറിൻ ജോൺസന്റെ ഒരു കമന്റ് വരുന്നുണ്ട്. ജെറിൻ, ഞാൻ മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച ജെറിനാണ്. ഹാപ്പി ക്രിസ്മസ് ടീം റിപ്പോർട്ടർ ചാനൽ. എന്റെ പോലെ സമാനമായ രോഗബാധിതരുടെ കേരളത്തിലെ കൂട്ടായ്മയായ മൈൻഡ് സംഘടനയിൽ എല്ലാവർക്കും ആശംസകൾ പറയാമോ എന്ന് ജെറിൻ ചോദിക്കുകയാണ്. അപ്പോൾ ജെറിനും ഇതൊരു ചേർത്ത് വെക്കൽ കൂടിയാണല്ലോ. അപ്പോൾ ജെറിനും മൈൻഡ് സംഘടനയിലെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും എല്ലാവിധ നന്മകളും തന്നെ നേരുകയാണ്. നേരെ നമുക്ക് കൊല്ലത്തേക്ക് പോകാം. കൊല്ലം തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട്. ദിലീപ്, പറയൂ, എന്താണ് അവിടുത്തെ കാഴ്ചകൾ? റോഷ്നി ആര്യ, ഹാപ്പി ക്രിസ്മസ്. ഇപ്പോൾ അല്പസമയത്തിനകം ഏകദേശം 11:00 കൂടെ തന്നെ പാതിര കുർബാന കൊല്ലം ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ പള്ളിയിൽ ആരംഭിക്കുന്നതായിരിക്കും. അതിന് തൊട്ട് മുന്നോട്ട് തന്നെ വിശ്വാസികളെല്ലാം തന്നെ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കൊല്ലം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരിയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പള്ളിയിൽ പൂർത്തിയാക്കുന്നത്. ഏകദേശം കത്തീഡ്രൽ പള്ളിയാകുമ്പോൾ ഏകദേശം 1000-ലധികം വിശ്വാസികൾ ഒരു നേരത്തിൽ കുർബാന അർപ്പിക്കുന്നുണ്ട്. ഈ കുർബാന തീരുമ്പോൾ തന്നെ സമയം ഏകദേശം 2 മണിയാകും. എന്തായാലും ഇതോടുകൂടി തന്നെ ക്രിസ്മസ് നമുക്ക് കാണാം. എല്ലാവരും തന്നെ പൂക്കളൊക്കെ ആയിട്ട് ദേവാലയത്തിലേക്ക് കയറുന്ന രംഗങ്ങളാണ്. ഒപ്പം തന്നെ വലിയ ട്രീ ഉണ്ട്. ഒപ്പം തന്നെ ലൈറ്റിങ്ങിൽ ദൈവത്തിൻ്റെ ഈശോയുടെ എല്ലാം തന്നെ ചിത്രങ്ങളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. ഒപ്പം നല്ല വസ്ത്രങ്ങളൊക്കെ, പുത്തൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഓരോരുത്തരായിട്ട് പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഹലോ പള്ളിയിലേക്ക് എത്തി. എന്തൊക്കെയാണ് നാളത്തെ പരിപാടി ക്രിസ്മസ് ആയിട്ടുള്ളത്? എന്തായാലും മിഡ് നൈറ്റ് മാസ് മസ്റ്റാണ്. പിന്നെ കാരൽസ് കൂടണം. പിന്നെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വരും വീട്ടിൽ. പേരെന്താ? ബർട്ടീന. അബ്രു. ബർട്ടീന ബി അബ്രു ഒരു ആംഗ്ലോ ഇന്ത്യൻ ആളാണ്. എന്തൊക്കെയാണ് നാളെ ക്രിസ്മസ് ആയിട്ട് പരിപാടി? ക്രൈസ്റ്റിനുമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യണം. കൊല്ലത്തിൽ ഒരു ദിവസമാണ് പള്ളി പോവാ? അല്ല ഞാൻ ഡെയിലി പോകും. ഡെയിലി പോകുന്ന ആളാണ്. ഇതേ ഒരു നോക്കൂ, ഒരു സാൻഡയുടെ ഉടുപ്പൊക്കെ ഇട്ടിട്ടൊരു കൊച്ചു ബേബി ഉണ്ട്. എന്താ മോളാണോ? അറോറ. ആഹാ, ഷൈൻ. കൊല്ലം തന്നെയാണ്. കൊല്ലം. നാളെ ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെ പരിപാടി? ഫാമിലി ഗെറ്റ് ടുഗദർ കുർബാന. ആളുടെ ആദ്യത്തെ അതെ. പ്രത്യേകത. അതെ. എന്തൊക്കെയാ പരിപാടികൾ നാളെ ക്രിസ്മസ് ആയിട്ട്? ചുമ്മാ ഫ്രണ്ട്സായിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ബീഫൊക്കെ ഉണ്ടോ? എന്തൊക്കെയാ വീട്ടിൽ നാളെ സ്പെഷ്യൽ? എന്തൊക്കെയാ? കേക്ക്, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകും. ഇങ്ങനെ ആഘോഷം, എല്ലാവരും ഒത്തുചേർന്ന് ഇങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ വിളിച്ച് അങ്ങനെ വന്നത്. അതെ. അങ്ങനെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിന്ന് പള്ളിയിലേക്ക് അടക്കം വിളിച്ച ആളുകളാണ്. നമുക്ക് പള്ളി തന്നെ ഒന്ന് കാണാവുന്നതാണ്. നമുക്ക് എല്ലാം വളരെ അലങ്കാര ലൈറ്റുകൾ കൊണ്ടെല്ലാം തന്നെ വളരെ മനോഹരമാക്കിയ ദേവാലയമാണ് ഇൻഫന്റ് ജീസസ് കൊല്ലം. അല്പസമയത്തിനകം തന്നെ പള്ളിയിൽ കുർബാന ആരംഭിക്കുന്ന അതിനുവേണ്ടി വിശ്വാസികളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11:00 കൂടെ തന്നെ വിശുദ്ധ കുർബാന ആരംഭിക്കുകയും ചെയ്യുമ്പോൾ അത് കുർബാന അവസാനിക്കുമ്പോൾ 2 മണിയോട് കൂടെയാകും. കൊല്ലം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി ആയിരിക്കും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുക. വിശ്വാസികളെല്ലാം തന്നെ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും തന്നെ എത്തുന്നു. അല്പസമയത്തിനകം തന്നെ ഈ വിശുദ്ധ കുർബാന കൊല്ലത്ത് ആരംഭിക്കുകയും ചെയ്യും. റോഷ്നി ആര്യ. ക്രിസ്മസിനെ വരവേൽക്കുകയാണ്. ജീസസ് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നാണ് ദിലീപ് ദേവസ്യ ഇങ്ങനെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുപ്പിറവിയെ വരവേൽക്കാൻ ഇനി കുറച്ച് സമയം അത് മാത്രമേ ഉള്ളൂ. അതിലെ പ്രാർത്ഥനയിലും ആ വിശ്വാസത്തിലുമുള്ള പ്രാർത്ഥനയിലും പാതിര കുർബാനയിലും പങ്കെടുക്കുകയാണ് വിശ്വാസികളെല്ലാം. ദേവാലയത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്.